ഇതൊരു ഇലക്ഷൻ റിസൾട്ടാക്കി മാറ്റാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇതൊരു സ്ത്രീയുടെ സംരക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ട്. നമുക്കെല്ലാം സഹോദരിമാരില്ലേ, നമുക്കെല്ലാം അമ്മമാരില്ലേ, വിവാഹം കഴിച്ചവർക്ക് ഭാര്യയില്ലേ? അവിടെ സ്ത്രീ എന്താണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ? ആ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണ്ടേ? സ്ത്രീകളെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ ഇങ്ങനെ വേട്ടയാടുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ? ഒന്ന്, വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഗർഭം ധരിക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുക. ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ ഗർഭത്തിലുള്ള കുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഇടപെടുക. എന്തൊരു ക്രൂരതയാണിത്! എന്തൊരു നീതിയാണിത്! ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ കാര്യം ചെയ്യുന്നത്. അയാൾക്ക് രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ അവകാശമുണ്ടോ? മാന്യതയുണ്ടോ? ഇതല്ലേ കോൺഗ്രസ് അല്ലേ ഇതിന് ഉത്തരം പറയേണ്ടത്? കോൺഗ്രസ് ഇങ്ങനെ വേഗമായി പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് രക്ഷപ്പെടാൻ കഴിയും ഇതിൽ നിന്ന്? രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള കോൺഗ്രസിന്റെ ബന്ധം അവസാനിച്ചിട്ടുണ്ടോ? അവസാനിച്ചെന്നാണ് മുരളീധരൻ പറയുന്നത്. അവസാനിച്ച് വിശ്വസിക്കാൻ കഴിയുമോ? അവസാനം പോലും വി ഡി സതീശൻ, കെ മുരളീധരൻ, പിന്നെ സണ്ണി ജോസഫ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ പിന്നെ KPCC പ്രസിഡന്റാണ്, മുൻ KPCC ഉണ്ട് കെ സുധാകരൻ. ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടില്ലേ? ഏകീകരിച്ച അഭിപ്രായമുണ്ടോ? കോൺഗ്രസിൻ്റെ അഭിപ്രായമുണ്ടോ? കോൺഗ്രസിൻ്റെ അഭിപ്രായമുണ്ട് പറയട്ടെ. ഇന്ന് കെ മുരളീധരൻ പറഞ്ഞതാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായമെങ്കിൽ കോൺഗ്രസ് ആ നിലപാട് വെട്ടിത്തുറന്ന് പറയട്ടെ. KPCC പ്രസിഡന്റ് ആ നിലപാട് പറയട്ടെ. ആ നിലപാട് പറയുന്നില്ലല്ലോ. അപ്പം ഈ അനീതിക്ക് ഒപ്പം നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ഈ അനുഭവങ്ങളിലൂടെ കാണാൻ കഴിയും. നമുക്ക് അവസാനിപ്പിക്കാം. സ്വാഭാവികമായിട്ട് തിരുനെല്ലി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ 100-100 കോട്ടയാണ്. അവിടെ CPIയുടെ ഒരു പ്രതിനിധിക്ക് റിബലായിട്ടൊരു CPM ഒരു സ്ഥാനാർത്ഥി റബലാണെന്നൊന്നും പറയാൻ പറ്റില്ല. മത്സരിക്കുന്നതാണ്. ഒന്ന് റബലാണെങ്കിൽ റബല് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ റബലുമില്ല. റബലുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചിഹ്നത്തിലല്ലേ മത്സരിക്കുക? അങ്ങനെയല്ല സംഭവം. അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഈ തിരുനെല്ലിയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഞങ്ങളത് പാടെ ഉപേക്ഷിക്കല്ല. അത് അത്തരമൊരു സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളത് ഞങ്ങൾ ഗൗരവമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാടെടുക്കും. ആ ഒരു ഒറ്റപ്പെട്ട പ്രശ്നം ഈ വയനാട് ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ അത് പൊതുവെ ബാധിക്കുന്നതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വയനാടിൽ നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ അറിയാം, നല്ല നിലയിൽ ഇപ്പം നിലവിൽ 7 പഞ്ചായത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. പഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിക്കും. 3 നഗരസഭകളിൽ 1 നഗരസഭ മാത്രമാണ് ഇടതുപക്ഷം ഭരിക്കുന്നത്. നഗരസഭയുടെ എണ്ണത്തിനും ഇവിടെ വർധനവാണ് വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അപ്പം കോൺഗ്രസ് വളരെ അപമാനകരമായ ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വന്ന ഒരു ജില്ലയാണിത്. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അനുഭവമില്ലേ? അത് ലീഗിൻ്റെ പിന്തുണയോടുകൂടി അതെല്ലാം കോൺഗ്രസിനെ ഒഴിവാക്കാൻ സാധിക്കുമോ? ലീഗിന് സംരക്ഷണമാകുമോ കോൺഗ്രസ്? ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടുത്തെ പൊതു പ്രതികരണം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു തരത്തിലും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർബലപ്പെട്ടു പോകുന്ന സ്ഥിതിയില്ല. വൻ മുന്നേറ്റം സൃഷ്ടിച്ച് മുമ്പോട്ട് പോകും. അങ്ങനെയല്ലല്ലോ. ഗ്രൗണ്ടിൽ പറയുന്നതാണ്, CPI കാണുന്നതാണ്. CPM നേതാക്കന്മാർ അവിടെയുള്ള പൂർണ്ണമായും പുഷ്പയാണ് അവരുടെ സ്ഥാനാർത്ഥി. അങ്ങനെ പാർട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. CPM അത് സംബന്ധിച്ചൊരു നിലപാടൊന്നും പറഞ്ഞില്ല. അപ്പം അതുകൊണ്ട് അവിടെ തികച്ചും ചില പ്രാദേശിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില വിഷയങ്ങൾ അങ്ങനെ രൂപപ്പെടും. അതിലേത് തെറ്റ് ഏത് ശരി എന്നൊക്കെ നമ്മൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമായപ്പോൾ നമുക്കത് പൂർണ്ണമായി പറയാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങളും അത് CPM അത് പരിശോധിക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത് പരിശോധിക്കും, ഇതിനോടുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. ഇപ്പം ഞങ്ങൾ മുമ്പിലുള്ള പ്രശ്നം UDFനെയും BJPയെയും തെരഞ്ഞെടുപ്പ് രംഗത്ത് പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രധാനമായിട്ടും ഇവിടെ ഉയർത്തുന്ന പ്രശ്നം. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് സഹായകരമായ ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ ഉന്നയിച്ച ഈ പ്രശ്നം അത് യഥാർത്ഥത്തിൽ അതിന് എന്താണ് വസ്തുത എന്നുള്ളത് പരിശോധിച്ച് ആവശ്യമായി സംഘടനാപരമായി ആവശ്യമായ രാഷ്ട്രീയ തലത്തിലുള്ള നിലപാടുകൾ അത് സംബന്ധിച്ച് ഞങ്ങൾ സ്വീകരിക്കും. ഒന്നുമില്ല. വേറെ ഒരു പ്രശ്നവുമില്ല ഈ ജില്ലയിൽ.
ഏക പ്രശ്നം മുന്നണിക്കകത്തുണ്ടായത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നമാണ്. അത് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അപ്പം അത് ഇല്ല, അത് നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരമാവില്ല. അങ്ങനെ പറഞ്ഞാൽ പരിഹാരമാവില്ല. അതൊക്കെ പല രീതിയിലുള്ള സംസാരങ്ങളും വിഷയങ്ങളും തിരിച്ചു മറിച്ചു. അല്ല, CPIക്ക് അങ്ങനെ ഒരു ഇക്കാര്യത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാനിടയില്ല. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പരിശോധിക്കാറുണ്ട്. അല്ല, അതിനെപ്പറ്റിയുള്ള ഒരു കൂടുതൽ ഡിസ്കഷൻ ഞാനില്ല എന്ന് പറഞ്ഞില്ലേ. ഞാൻ അത് സംബന്ധിച്ച് ഞാൻ ഒരു രാഷ്ട്രീയ നിലപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിച്ചിട്ട് ആവശ്യമായ നിലപാട് ആ കാര്യത്തിൽ എടുക്കും. അതാണ് അക്കാര്യത്തിലുള്ളത്. ഈ പ്രാദേശികമായിട്ട് ഈ സ്വതന്ത്ര സ്ഥാനത്തെ സഹായിക്കുന്നവർക്കെതിരെ പാർട്ടിക്കാരുടെ നടപടി ഉണ്ടാവും. അതൊക്കെ ഞാൻ പറഞ്ഞതിനകത്ത് ഉള്ളടക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിവാദം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ക്ഷണിപ്പിക്കണം. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബ്രഹ്മഗിരി വിഷയം വലിയ ചർച്ചയാണ്. കാരണം അവർ ബ്രഹ്മഗിരിയുള്ളത് പാർട്ടി അനുഭാവികളും പാർട്ടി പ്രവർത്തകരൊക്കെ ആയിരുന്ന ആളുകളാണ്. ബ്രഹ്മഗിരിയെ സംബന്ധിച്ച് ഒരു ഉത്കണ്ഠയും നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവേണ്ടതില്ല. അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. അത് ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട്, ഞങ്ങൾ പാർട്ടി ഇടപെട്ടിട്ടുണ്ട്. അതിലുള്ള നിക്ഷേപിച്ച ആളുകൾക്കും നഷ്ടം വരില്ല. അവർ നിക്ഷേപിച്ചവർക്ക് അവരുടെ തുക തിരിച്ചു കിട്ടണമല്ലോ. അതെല്ലാം തിരിച്ചു കിട്ടും. ഈ സ്ഥാപനം റിവൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. വയനാടിൽ ഏറ്റവും നല്ല ഒരു സ്ഥാപനമായി, ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായി അതിനെ മാറ്റിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് നടക്കുക. ചില പ്രതിസന്ധികളൊക്കെ വന്നു എന്നുള്ളത് ശരിയാണ്. അതിന് പരിഹാരം ഉണ്ടാക്കി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് മതി. ഇപ്പൊ കൂടുതൽ വിശദീകരണം അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പൊ തൽക്കാലം ബ്രഹ്മഗിരിയിലെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് അവർക്ക് അതിനുള്ള സംരക്ഷണം കിട്ടുകയും ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതിനെ റിവൈവ് ചെയ്ത് നന്നാക്കി ലാഭകരമാക്കി മാറ്റി ആ പ്രശ്നത്തിനാകെ പരിഹാരമാണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നിയമപരമായ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നെല്ലാം നിങ്ങൾക്ക് ഉന്നയിക്കാം, നമുക്കും പരിശോധിക്കാം. അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് അക്കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കും.